സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും രാഷ്ട്രീയ കക്ഷികളല്ല. പക്ഷെ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, 10 നായന്മാർ താക്കോൽ സ്ഥാനങ്ങളിലെത്തിയ ഒരു മന്ത്രിസഭ ഇതിനു മുമ്പ് കേരളത്തിലുണ്ടായിട്ടില്ല. ഈ പറയപ്പെടുന്ന മന്ത്രിമാരാരും ജാതിയുടെ ആളുകളല്ല. നായരായ കാനൻ രാജേന്ദ്രൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ അദ്ദേഹം നിയമിച്ച 4 പേരും നായന്മാരായി. ഗണേഷ് കുമാർ NSSകാരനല്ലേ? അവർ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോൾ ഈ ഗവൺമെന്റിന് അവരെങ്ങനെ തള്ളിപ്പറയും? ആ ലക്ഷ്യം ഈ ഗവൺമെന്റ് അവരാഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ചെയ്തു കൊടുക്കുന്നു. പക്ഷെ ഇപ്പോൾ നിലവിൽ മാറ്റമില്ല. ന്യൂനപക്ഷങ്ങൾക്ക് ഇടതുപക്ഷത്തോടൊരു താല്പര്യം. ന്യൂനപക്ഷങ്ങൾ എന്തിന്? തോറ്റ MLA എന്ന് പറഞ്ഞാൽ തോറ്റ MLA അല്ല എന്നാണ്. ആ ക്രൈസ്തവ വിരോധം കത്തി നിൽക്കുന്ന കാലത്താണ് ഹിന്ദു ഏകീകരണം വന്നപ്പോൾ അവർ വിജയിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളുടെ പേരിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ സോണിയാഗാന്ധിയെ എൻ്റർടൈൻ ചെയ്യുന്നത്? പൊളിറ്റിക്കലായ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ശബരിമലയിൽ സ്ത്രീപ്രവേശനം നടക്കുമ്പോൾ, ആചാരലംഘനം ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ സമരമുഖത്ത് നിന്ന പാർട്ടി BJP ആണ്. പക്ഷേ ഇത്രയും വലിയൊരു കൊള്ള നടക്കുന്നു. പക്ഷേ സംസ്ഥാന BJP നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങയുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളും അങ്ങയുടെ പോസ്റ്റുകളും ഒക്കെ നമ്മൾ കണ്ടു. സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്നൊരു വലിയ പ്രതിഷേധമോ അല്ലെങ്കിൽ ഒരു അന്വേഷണം ആവശ്യപ്പെട്ടുള്ള സമരം. അത് പറയുന്നത് ശരിയല്ല. ആദ്യ ദിവസം ഇതുമായി ബന്ധപ്പെടുത്തി സമരരംഗത്തിറങ്ങിയത് BJP ആണ്. ആദ്യ ദിവസം സമരരംഗത്തിറങ്ങിയത് BJP ആണ്. അതിനുവേണ്ടി സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി, വനിതകളുടെ മാർച്ച് നടത്തി. പിന്നെ വേറൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഈ പരിവാർ സംഘടനകളെല്ലാം ഇതിനകത്തുണ്ട്. അപ്പോൾ പരിവാർ സംഘടനകളുണ്ട് അതിനകത്ത്. ആ പരിവാർ സംഘടനകളുടെ ഭാഗമായിട്ടാണ്, ആ പരിവാർ സംഘടനകളുടെ എല്ലാ പ്രക്ഷോഭങ്ങളിലും പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പാർട്ടിയുടെ സമുന്നത നേതാവായ കുമ്മനം രാജശേഖരൻ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ ഓരോരുത്തരും അവരവർക്ക് കഴിയാവുന്ന രീതിയിൽ ഈ രംഗത്തുണ്ട്. ഫേസ്ബുക്ക് പോസ്റ്റായിട്ടും മീഡിയയിലുള്ള റിയാക്ഷൻസ് ആയിട്ടും ആളുകളിലുള്ള അവയർനെസ് ഉണ്ടാക്കാനായിട്ടും ഒക്കെ ഉണ്ട്. SNDP വെള്ളാപ്പള്ളി നടേശൻ ഒരു സ്റ്റേറ്റ്മെൻറ്റെങ്കിലും നടത്തി ഇതുമായി ബന്ധപ്പെട്ട്, ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട്. പക്ഷേ NSS മൗനം പാലിക്കുന്നു. NSSൻ്റെ അടുത്ത കാലത്തെ പ്രസ്താവനകളൊക്കെ പരിശോധിക്കുമ്പോൾ ഇടതുപക്ഷത്തോട് ചേർന്ന് പോകാനാണ് അവർ ആഗ്രഹിക്കുന്നതെന്നൊരു തോന്നലുണ്ടാകും. എന്തുകൊണ്ടായിരിക്കും നിങ്ങൾ സുകുമാരൻ നായർ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം കാണാം. ലോകത്ത് ഒരുപാട് പേർക്ക് സുകുമാരൻ നായരുടെ അഭിപ്രായ വ്യത്യാസമുണ്ട്, അതെഴുതോട്ടെ. പക്ഷേ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, സുകുമാരൻ നായർ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് എന്നും നടത്തുന്നത്. അതെന്താണ്? സമദൂര സിദ്ധാന്തം. അല്ലല്ല, അത് രാഷ്ട്രീയ കക്ഷികളോട് സമുദായത്തിന് വേണ്ടി പറയുന്ന കാര്യം, സമുദായ താക്കോൽ സ്ഥാനങ്ങളിലെത്തണം. അദ്ദേഹത്തിൻ്റെ ഒരു ഡിമാൻഡ് അതാണ്. NSSൽപ്പെട്ട നായന്മാർ താക്കോൽ സ്ഥാനങ്ങളിലെത്തണം. സമ്മതിച്ചല്ലോ? ഞാൻ ചോദിക്കട്ടെ, 10 നായന്മാർ താക്കോൽ സ്ഥാനങ്ങളിലെത്തിയ ഒരു മന്ത്രിസഭ ഇതിനു മുമ്പ് കേരളത്തിലുണ്ടായിട്ടില്ല. ഒരെണ്ണം പറഞ്ഞു തരൂ. ബജറ്റ് വിഹിതത്തിൻ്റെ 70% കൈകാര്യം ചെയ്യുന്നത് നായന്മാരാണ്. ചെറിയ വകുപ്പൊന്നുമല്ല. ധനകാര്യം, വ്യവസായം, വിദ്യാഭ്യാസം, പിന്നെ റവന്യൂ, ഇങ്ങനെ മേജർ വകുപ്പുകളാണ്. പക്ഷേ ഈ പറയപ്പെടുന്ന മന്ത്രിമാരാരും ജാതിയുടെ ആളുകളല്ല എന്നാണ് പുറമെ പറയുന്നത്. അല്ല, അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാനൻ രാജേന്ദ്രൻ നായരായിരുന്നു. കാനൻ രാജേന്ദ്രൻ മന്ത്രിയായിരിക്കുന്ന നായരായ കാനൻ രാജേന്ദ്രൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ അദ്ദേഹം നിയമിച്ച 4 പേരും നായന്മാരായിരുന്നു. അപ്പോൾ പിന്നെ ഒന്നും ജാതിയൊന്നുമില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? കണ്ണില്ലാത്ത മുത്തിയമ്മ ചുടുന്ന അപ്പമൊക്കെ ചെറുതായി പോകുന്നു എന്ന് പണ്ടിട്ട് പഴഞ്ചൊല്ലുണ്ട്. ആ രീതിയിൽ എങ്ങനെ വന്നു? KN ബാലഗോപാലിന്റെ സഹോദരനായ കലഞ്ഞൂർ മധുവിനെ NSSന്റെ ഡയറക്ടർ. അത് പക്ഷെ കലഞ്ഞൂർ മധു NSSന്റെ ഡയറക്ടർ ആയിരുന്നു. അത് നിങ്ങൾ മറക്കരുത്. അവിടെ നിന്ന് മാറ്റിയിട്ടാണ് ഗണേഷ് കുമാറിനെ പ്രതിഷ്ഠിക്കുന്നത്. അതെ. അപ്പോൾ ഗണേഷ് കുമാർ വരുന്നില്ലേ? ഗണേഷ് കുമാർ NSSകാരനല്ലേ? കലഞ്ഞൂർ മധുവിൻ്റെ സഹോദരനല്ലേ? ഇവരിൽ ആരാണ് അവർ NSSനെതിരെ നിന്നേക്കുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ 10 നായന്മാരെ താക്കോൽ സ്ഥാനം വഹിക്കുന്ന ഒരു ഗവൺമെൻറ്റിനെ NSSൻ്റെ ജനറൽ സെക്രട്ടറിക്ക് തള്ളിപ്പറയാൻ പറ്റുമോ? നിങ്ങൾ പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. അങ്ങയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ 2 തവണ ഈ ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരാൾ മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ടാണ് മറ്റേ അങ്ങർക്കും തള്ളി പറയാൻ പറ്റില്ല, SNDPക്കും തള്ളി പറയാൻ പറ്റില്ല. SNDP തള്ളി പറയുന്നില്ല. ഇത് സമുദായ താല്പര്യങ്ങളാണ് ആ സമുദായ സംഘടനാ നേതാക്കൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ സമുദായങ്ങളിൽപ്പെട്ടവർക്ക് അവർ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോൾ ഈ ഗവൺമെൻറ്റിന് അവരെങ്ങനെ തള്ളിപ്പറയും? പറയാൻ പറ്റില്ല. അവർ രാഷ്ട്രീയ കക്ഷിയല്ല. സുകുമാരൻ നായർ ഒരിക്കലും മത്സരിക്കാൻ വരുന്നില്ല. വെള്ളാപ്പള്ളി നടേശൻ മത്സരിക്കാൻ വരുന്നില്ല.
അപ്പോൾ സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും രാഷ്ട്രീയ കക്ഷികളല്ല, അവർ സമുദായ സംഘടനാ നേതാക്കളാണ്. അവരുടെ ലക്ഷ്യം സമുദായത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് സമുദായത്തിലെ അംഗങ്ങളെ താക്കോൽ സ്ഥാനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ്. ആ ലക്ഷ്യം ഈ ഗവൺമെൻറ് അവരാഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ചെയ്തു കൊടുക്കുന്നു. പക്ഷേ അവർക്ക് മതേതര മുഖമുണ്ട്, വ്യത്യാസങ്ങളില്ലാത്തൊരു മുഖമുണ്ട് ഇടതുപക്ഷത്തിന്, അല്ല സാധാരണക്കാർക്കിടയിൽ. അല്ല അങ്ങനെയൊന്നുമില്ല, അതൊക്കെ വെറുതെ പറയുന്നതാണ്. എന്നും കേരള രാഷ്ട്രീയത്തിൽ ഹിന്ദു ഏകീകരണം എന്നുണ്ടാകുന്നുണ്ടോ അന്നെല്ലാം അതിൻ്റെ ബെനിഫിഷ്യറീസായിട്ട് വന്നിട്ടുള്ളത് ആരാണ്? ഇടതുപക്ഷമല്ലേ. എന്നെല്ലാം മൈനോറിറ്റി ന്യൂനപക്ഷങ്ങളുടെ ഏകീകരണം ഉണ്ടാകുകയും ഈ ഹിന്ദു ഏകീകരണത്തിൽ ഒരു ശൈഥല്യം സംഭവിക്കുകയും ചെയ്യുമ്പോഴാണ് UDF അധികാരത്തിൽ വരുന്നത്. പക്ഷെ ഇപ്പോൾ നിലവിൽ മാറ്റമില്ലേ? ന്യൂനപക്ഷങ്ങൾക്ക് ഇടതുപക്ഷത്തോടൊരു താല്പര്യം ഉണ്ടായിരുന്നു, ഇപ്പോഴല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ നമുക്കത് ഫീൽ ചെയ്തു. അല്ല, നിങ്ങൾ പറയുന്ന രീതിയിലുള്ള ഏത് താല്പര്യം എങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്? ന്യൂനപക്ഷങ്ങൾക്ക് പിണറായി സർക്കാർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആകെ സംഭവിച്ച കാര്യം വെച്ചാൽ ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷങ്ങൾ എന്തിനെ മറ്റുള്ളവരുടെ കൂടെ നിൽക്കണം ആണ് ചോദ്യം. കാരണം ന്യൂനപക്ഷങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അധികാരം കിട്ടുന്നതും മൊത്തം ബജറ്റ് വിഹിതത്തിൻ്റെ 70% കൈകാര്യം ചെയ്യാനുള്ള അവസരം കിട്ടുന്നതും മേജർ വകുപ്പുകൾ കയ്യിൽ കിട്ടുന്നതും എല്ലാം ആര് വരുമ്പോഴാണ്? UDF വരുമ്പോഴാണ്. അപ്പോൾ പിന്നെ അവരെന്തിനാണെന്ന് UDFനെ വിട്ടു പോകുന്നത്? പക്ഷേ അങ്ങനെ ഒരു ചെറിയൊരു നീക്കം, മാറ്റം മലബാർ മേഖലയിൽ പോലും ഇടതുപക്ഷത്തിന് ചില സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ വെച്ച് സീറ്റ് പിടിക്കൽ, ഇത്തരം അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ വെച്ച് പണ്ട് ഇടതുപക്ഷം സീറ്റ് പിടിച്ചിട്ടുണ്ട്. ഹംസ ഉദാഹരണം. അത് ആ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കുന്ന ഒരു ടാറ്റിക്സ് മാത്രമാണ്, ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പക്ഷേ 57-ലെ തെരഞ്ഞെടുപ്പ് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ശബരിമല തീവെപ്പ് കേസിന് ശേഷം വ്യാപകമായ രീതിയിൽ ഹിന്ദുക്കൾക്കിടയിൽ ക്രൈസ്തവ വിരോധം കത്തി നിൽക്കുന്ന കാലം. ശരിയാണല്ലോ, നിങ്ങൾ പത്തനംതിട്ടക്കാരൻ നിലക്ക് ഞാൻ പറയാതെ തന്നെ അത് അറിയാവുന്നതാണ്. ആ ക്രൈസ്തവ വിരോധം കത്തി നിൽക്കുന്ന കാലത്താണ് പഴയ NSSൻ്റെ ജനറൽ സെക്രട്ടറി ആവുകയും പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആവുകയും ചെയ്ത MN ഗോവിന്ദൻ നായർ പഴയ NSSൻ്റെ ഭാരവാഹികളെയാണ് എന്തായിട്ട് നിർത്തിയത്? സ്ഥാനാർത്ഥികളായിട്ട് നിർത്തിയത്. കാരണം സ്ഥാനാർത്ഥികളെ കിട്ടണ്ടേ. അതുപോലെ SNDPയുടെ ഭാരവാഹികളെ സൂദൻ അടക്കമുള്ളവർ ആരായിരുന്നു? SNDP നേതാക്കളായിരുന്നില്ലേ? TK രാമകൃഷ്ണൻ SNDP നേതാവായിരുന്നില്ലേ? P ഗംഗാരൻ SNDP നേതാവായിരുന്നില്ലേ? ബാലാനന്ദൻ SNDP നേതാവായിരുന്നില്ലേ? ഇങ്ങനെ SNDP നേതാക്കളായിട്ടുള്ളവരെയും നിർത്തി അവർ വിജയിച്ചു. അപ്പോൾ ഹിന്ദു ഏകീകരണം വന്നപ്പോൾ അവർ വിജയിച്ചു. നമുക്ക് അതിനെ എങ്ങനെ കാണാതിരിക്കാൻ പറ്റും? 57 തുടങ്ങി ഹിന്ദു ഏകീകരണത്തിൻ്റെ ഗുണഭോക്താക്കളാണ് അവർ. ഹിന്ദു ഏകീകരണത്തിൽ ഒരു മാറ്റം വരുത്താൻ ശ്രമിച്ചിട്ട് അതിൽ വിജയിച്ച ആളാണ് K കരുണാകരൻ. കരുണാകരൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കരുണാകരൻ നമ്മുടെ NSSൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന കിടങ്ങൂർ ഗോപാലകൃഷ്ണ പിള്ളയെ കരുണാകരൻ പറഞ്ഞു വിശ്വസിപ്പിച്ച് ഈ സിംഗപ്പൂർ ഹൈക്കമ്മീഷണർ എന്ന് പറഞ്ഞാൽ ലോകത്തൊരു മനുഷ്യനെയും കൈക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പദവിയാണെന്ന് ആ പാവത്തെ പറഞ്ഞു വിശ്വസിപ്പിച്ച് അയാളെ നാട് കടത്തിയിട്ടാണ് നായർ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് അന്ന് എല്ലാവരും വിളിച്ച NDP ഉണ്ടാക്കിയത്. SRP ഉണ്ടാക്കി. P ഗംഗാരനെ വെച്ചുകൊണ്ട് SRP ഉണ്ടാക്കി. ദിനകരനെ വെച്ചുകൊണ്ട് DLP ഉണ്ടാക്കി. അപ്പോൾ ഹിന്ദു സംഘടനകളിൽ, ജാതി സംഘടനകളിൽ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കിയിട്ട് അവർക്ക് മുഴുവനും മത്സരിക്കുന്നതിന് സീറ്റും കൊടുത്തുകൊണ്ട് ഹിന്ദു വോട്ടിലൊരു സ്പ്ലിറ്റ് വരുത്തിയിട്ടാണ് UDFന് ഒരു ജയസാധ്യതയുള്ള മുന്നണിയാക്കിയ ആര് മാറ്റിയത്? കരുണാകരൻ മാറ്റിയത്. അങ്ങനെയാണ് ജയിക്കുന്ന. പക്ഷെ ഒരു കാര്യം, ഈ മൈനോറിറ്റി ഏകീകരണം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ ജയിക്കാവുന്ന 47 നിയോജക മണ്ഡലങ്ങളേ ഉള്ളൂ. ഇപ്പം മുസ്ലിം ഏകീകരണം വന്നു കഴിഞ്ഞാൽ കുറ്റിപ്പുറത്ത് താൻ പോയി മത്സരിക്കണമെന്ന് വെക്കുക. രോഹിത് മത്സരിക്കുന്നു, ഏണിയല്ലേ, ഏണി ചിഹ്നത്തിൽ രോഹിത് മത്സരിക്കുകയാണെങ്കിൽ ആ രോഹിതിന് 2 ലക്ഷം വോട്ടിന് രോഹിത് അവിടെ ജയിക്കും. പക്ഷേ 2 ലക്ഷം വോട്ടിന് ജയിച്ചാലും ഒരു MLA കിട്ടുള്ളൂ. അത് ഈ ക്ലസ്റ്റേർഡ് കമ്മ്യൂണിറ്റിക്കൊക്കെ ഈ പ്രശ്നം വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാനത് കണക്കൂട്ടി നോക്കിയാണ്. ഞാൻ കണക്കൂട്ടി നോക്കിയപ്പോൾ 47 സീറ്റ് മാക്സിമം. 45 എൻ്റെ ഒരു കണക്ക്, വേണമെങ്കിൽ 2 കൂടി കിട്ടാം. 47 സീറ്റ് MLA കിട്ടും. ബാക്കി MLA കിട്ടണമെന്നുണ്ടെങ്കിൽ ഹിന്ദുക്കളുടെ വോട്ട് കൂടി വേണം. അതിനു വേണ്ടിയാണ് ഇപ്പം ഈ പാടുപെടുന്നത്. ജമാഅത്തെ ഇസ്ലാമി, PDP, NDP, SDPI ഇതെല്ലാം സെക്കുലറാണെന്ന് വിശ്വസിക്കുന്നില്ലല്ലോ. വർഗീയ കക്ഷികളാണല്ലോ.
ലീഗും വർഗീയ കക്ഷിയാണ്. അല്ലാന്ന് എങ്ങനെ പറയാൻ പറ്റും? കാരണം മുസ്ലിമിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ളൊരു കക്ഷിയാണ്. മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി രൂപീകരിക്കുന്ന കക്ഷിയെ മുസ്ലിം കക്ഷിയാണ്. അവർക്ക് അവരുടെ മതത്തിൻ്റെ താല്പര്യമുണ്ട്, പ്രയോറിറ്റി ഉണ്ട്, താല്പര്യമുണ്ട്. നിങ്ങൾ പ്രയോറിറ്റി എന്നൊക്കെ നിങ്ങൾ പറയുന്നതാണ്. താല്പര്യമുണ്ട്, അവർക്കത് താല്പര്യം സംരക്ഷിക്കണം. ആ താല്പര്യത്തിന് അവരെതിരല്ല. ഞാൻ അതിനെ എതിർക്കുന്നില്ല. ഇപ്പോൾ NSSും SNDPയും പോലുള്ള സംഘടനകളില്ലേ, അവരുടെ താല്പര്യം സംരക്ഷിക്കുന്ന രീതിയിൽ ഇവരൊരു രാഷ്ട്രീയ കക്ഷി ഉണ്ടാക്കിയിട്ട് 1906 ഡിസംബർ 30 ആണ് മുസ്ലിം ലീഗ് രൂപീകരിക്കുന്നത്. ആ രൂപീകരിക്കുന്ന അന്ന് തുടങ്ങി അവർ മുസ്ലിം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പാർട്ടിയാണ്. അതിലൊരു തെറ്റില്ലെന്ന്. അവർക്ക് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ജനാധിപത്യ സംവിധാനത്തിലൊരു പാർട്ടി ഉണ്ടാക്കിയിരിക്കുന്നു. അവർ പിന്നെ സെക്കുലറും കൂടി ആണ് എന്ന് പറയുമ്പോൾ മാത്രമേ അഭിപ്രായ വ്യത്യാസം വരുന്നുള്ളൂ. അല്ലെങ്കിൽ ഇല്ല, ഞങ്ങൾ ഇതിനു വേണ്ടി നിൽക്കുന്നു. അതിനെന്താ പ്രശ്നം? അവർക്കങ്ങനെ നിൽക്കാം, അതിനുള്ള അധികാരമുണ്ട് അവർക്ക്. അതിൽ വോട്ട് ചെയ്യും ജനങ്ങൾ വോട്ട്, ജനാധിപത്യത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചല്ലോ. അതെ, ഉറപ്പായിട്ടും. അന്ന് തോറ്റ MLA എന്ന് പറഞ്ഞൊരു MLA ഇല്ല, അത് ഇന്നസെന്റ് മാത്രമേ ഉള്ളൂ. അല്ല, തോറ്റ MP ഉണ്ടായിരുന്നു. തോറ്റ MP ഒരാളുണ്ടായിരുന്നു. ആരായിരുന്നു? സമ്പത്ത്. സമ്പത്ത് തോറ്റ MP ആയിരുന്നു. തോറ്റ MLA എന്ന് പറഞ്ഞാൽ തോറ്റ MLA അല്ല എന്നാണ്. ഞാൻ തോറ്റു, ഒരു വോട്ടിന് തോറ്റു കഴിഞ്ഞാൽ അസംബ്ലിക്കകത്ത് കയറാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് അതിനർത്ഥമില്ല. ഈ നടൻ ഇന്നസെൻ്റ് ഒരു സിനിമയിലാണ് പറയണത്, ജയിച്ച MLA കൊണ്ടൊരു പ്രയോജനമില്ല, കാരണം അയാൾക്ക് അസംബ്ലി പോകേണ്ടി വരും. ഞാൻ തോറ്റ MLA ആയതുകൊണ്ട് ഇവിടെ എപ്പോഴും ജനങ്ങൾക്ക് നടക്കണ്ട എന്ന് പറയുന്ന രീതിയിൽ. അപ്പോൾ 2 MLAമാരില്ലല്ലോ. അപ്പോൾ ആ രീതിയിൽ ഉള്ള ഒരു ഇതുണ്ടാക്കിയെടുത്തിട്ട് ജയസാധ്യത ഉണ്ടായിരുന്നു. ഇപ്പോഴെന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഈ ക്രിസ്ത്യൻ മുസ്ലിം ഏകീകരണം UDFന് അനുകൂലമായിട്ടുണ്ട്. അതുണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ടാണ് സണ്ണി ജോസഫിനെ ഞാൻ ചോദിക്കട്ടെ, അല്ലെങ്കിൽ സുധാകരനെ മാറ്റാൻ എന്ത് കാരണമുണ്ട്? സുധാകരൻ്റെ വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ. അയ്യോ, വാർദ്ധക്യ സഹജമായ അസുഖങ്ങളുടെ പേരിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ സോണിയാഗാന്ധിയെ എൻ്റർടൈൻ ചെയ്യുന്നത്? എങ്ങനെയാണ് നിങ്ങൾ മറ്റെന്താണ് അങ്ങേരുടെ പേര്, ചാർക്കയെ എങ്ങനെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റും? ചാർക്കയ്ക്ക് ഒരടി നടക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് 10 അടി നടന്ന് എത്തുന്ന സമയത്ത് 1 മണിക്കൂർ എടുക്കും. ഒരു പോയിൻ്റ് കടക്കാൻ 1 മണിക്കൂർ എടുക്കുന്ന അദ്ദേഹത്തല്ലേ. അപ്പോൾ അത് പറയണ്ട. ഇയാളെ മാറ്റാൻ ഒരു കാരണമില്ല. ഒരു കാരണമുണ്ട്. ആ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ന്യൂനപക്ഷങ്ങൾക്ക്, വിശേഷിച്ചും ക്രിസ്ത്യാനികൾക്ക് ഒരു പ്രോമിനൻ്റ് പ്ലേസ് അതിൽ കൊടുക്കണം. അതിൽ കൊടുത്താലേ ക്രിസ്ത്യൻ വോട്ടുകളുടെ ഏകീകരണം നടക്കൂ. അതിനു വേണ്ടി അവർ ചെയ്തു. അല്ല, അതിലെന്താ തെറ്റെന്ന്? ഒരു തെറ്റുമില്ല അതിനകത്ത്. ആ പാർട്ടിക്ക് ജയിക്കാൻ കഴിയുന്ന രീതിയിൽ അവർ ചെയ്തു. പിന്നെ അത് അങ്ങനെ അല്ല എന്ന് പറഞ്ഞ് ഇത് മൂടി വെക്കുന്ന സമയത്തേ പ്രശ്നം പറ്റുന്നുള്ളൂ. ഇത് മൂടി വെച്ചില്ലെങ്കിൽ ഇതിൻ്റെ കാരണങ്ങൾ പറയേണ്ട കാര്യം പോലും വരുന്നില്ല. ഞങ്ങൾ അങ്ങനെയാണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞില്ലേ? ഇവരങ്ങനെയല്ല, ഇവരത് നിഷേധിക്കുന്നുണ്ട്. അവിടെയാണ് പ്രശ്നം. അപ്പോൾ കേരളത്തിൽ ഈ രീതിയിലുള്ള ഒരു ഏകീകരണത്തിൻ്റെ ഒരു രാഷ്ട്രീയം രൂപപ്പെട്ടു വരികയാണ്. സ്വാഭാവികമായിട്ടും KPCC ഒരു പുനഃസംഘടന നടത്തിയപ്പോൾ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ പ്രസിഡൻ്റാകുന്നു. ഷാഫി പറമ്പിലിനെ പോലെ, അനിൽകുമാറിനെ പോലെ ഒക്കെയുള്ള ആളുകളെ വൈസ് പ്രസിഡന്റുമാരാക്കി, PC വിശ്വനാഥനെ പോലുള്ളവരെ വൈസ് പ്രസിഡൻ്റാക്കി വെക്കുന്നു. ഈഴവ കമ്മ്യൂണിറ്റിയിൽ നിന്ന് അടൂർ പ്രകാശിനെ UDFൻ്റെ കൺവീനറാക്കുന്നു. സ്വാഭാവികമായിട്ടും ഒരു സാമൂഹിക സന്തുലനം ഇല്ല, സാമൂഹിക സന്തുലനം ഉണ്ടായിട്ടില്ല. കാരണം ഈ KPCC പ്രസിഡൻറ്റ്, അത് എനിക്ക് ഞാൻ കോൺഗ്രസിൻ്റെ ഭരണഘടന കൂടി വായിച്ചിട്ടുള്ള അപൂർവം പേരിലൊരാളാണ് ഞാൻ. കോൺഗ്രസിൻ്റെ ഇപ്പോൾ നിങ്ങൾ ചോദിച്ചു നോക്കി, ഈ പറഞ്ഞോട്ടൊക്കെ കോൺഗ്രസിൻ്റെ ഭരണഘടന വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് ആരും വായിച്ചിട്ടുണ്ടാവില്ല. ഞാനിത് വായിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഭരണഘടന ഉണ്ടെന്ന് തന്നെ പല കോൺഗ്രസ് അപൂർവം എന്ന വാക്കാണ് എന്നെ ചിരിപ്പിച്ചത്. അല്ല, വളരെ കുറച്ച് പേരേ ഉള്ളൂ അതിനകത്ത്. അപ്പോൾ അത് വായിച്ചിട്ടുള്ള ഒരാളാണ്. അതിൽ ഈ മറ്റവർക്ക് എന്ത് റോളുണ്ട്? UDF കൺവീനർക്ക് എന്ത് റോളാണ് ഉള്ളത്? എന്ത് അധികാരമുണ്ട്? UDF കൺവീനർ UDFൻ്റെ മൊത്തത്തിലുള്ള അല്ലല്ല, ഞാൻ ചോദിക്കട്ടെ, UDF കൺവീനർക്ക് ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ഒരാളെ MLA ആയിട്ട് നിർദ്ദേശിക്കാനുള്ള അധികാരമുണ്ടോ? ഇല്ല. UDF ചെയർമാന് പോലും ഇല്ല. UDF ചെയർമാൻ പ്രതിപക്ഷ നേതാവാണ്, അല്ലെങ്കിൽ ഭരണകക്ഷിയാണെങ്കിൽ മുഖ്യമന്ത്രിയായിരിക്കും. അപ്പോൾ UDF ചെയർമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UDF കൂടുന്ന സമയത്ത് അധ്യക്ഷൻ വഹിക്കാം. അതാത് പാർട്ടികൾക്ക് സ്വയംഭരണമുണ്ട് UDFൽ. അതിൽ അവരെങ്ങനെ ചെയ്യണമെന്ന് അവരാ തീരുമാനിക്കുക. കോൺഗ്രസ്സിൽ ആര് വരണം ആര് വരണ്ട എന്ന് തീരുമാനിക്കുന്നത് UDF കൺവീനർ അല്ല സാർ, KPC പ്രസിഡൻ്റാണ്. KPC പ്രസിഡൻറ്റിന് അധികാരമുണ്ട്. UDF കൺവീനർക്ക് എന്ത് അധികാരമുണ്ട്? പാവം അടൂർ പ്രകാശിനെ പറഞ്ഞ് പറ്റിച്ചതല്ലേ അത്.
മീറ്റിംഗ് കൂടുമ്പോൾ UDF കൺവീനർ അതിൻ്റെ പേരിൽ ഡയസിലൊരു കസേര കിട്ടും. കസേരയ്ക്ക് വലിയ പ്രാധാന്യമുള്ളൊരു പാർട്ടിയാണത്, ഒരു മുന്നണിയാണത്. ഏത് കസേര കിട്ടിയാൽ അവിടെ ഇരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിന് കോൺഗ്രസ് പാർട്ടിക്കകത്തു പോലും ഒരാളെ സ്ഥാനാർത്ഥിയാക്കി നിർദ്ദേശിക്കാനുള്ള അധികാരമില്ലാത്തൊരു പദവിയിൽ ഇരുന്നിട്ട് എന്ത് പറയാനായിട്ടാണ്? പിണറായി സർക്കാരിൻ്റെ ഒന്നാം സർക്കാർ വരുന്ന ആ തിരഞ്ഞെടുപ്പിൽ അടൂർ പ്രകാശിൻ്റെ സീറ്റിന് വേണ്ടി നടന്ന പിടിവലികളെ കുറിച്ചൊക്കെ നമുക്കറിയാമല്ലോ. അവസാനം അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പുകാർ സപ്പോർട്ട് ചെയ്യാതിരിക്കുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ നിർദ്ദേശപ്രകാരം അടൂർ പ്രകാശിനെ സ്ഥാനാർത്ഥിയാക്കിയ ചരിത്രമൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അല്ല, അടൂർ പ്രകാശ് അവിടെ നിന്നാൽ ജയിക്കും, ഇപ്പോൾ നിന്നാലും ജയിക്കും. കോന്നിയിൽ ജനീഷ് കുമാറിൻ്റെ പ്രവർത്തനം വളരെ സജീവമാണ്. ആര് പ്രവർത്തിച്ചാലും കോന്നിയിൽ ആര് ജയിക്കണം ആര് തോക്കണം എന്ന് തീരുമാനിക്കുന്ന പ്രധാനപ്പെട്ട ഒരാൾ അടൂർ പ്രകാശായിരുന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ നോമിനിയായി വന്നവരെല്ലാം 2 തവണ പരാജയപ്പെട്ടു പോയി? അല്ല, തെരഞ്ഞെടുപ്പിൽ ഒരാൾ പരാജയപ്പെടുക എന്ന് വെച്ചാൽ ഒരു മുന്നണിയുടെ ഭാഗമായിട്ട് പരാജയപ്പെട്ടു പോകും. ഒരു മുന്നണിക്ക് മൊത്തത്തിൽ സെറ്റ് ബാക്ക് ഉണ്ടാകുമ്പോൾ ആളുകൾ അങ്ങനെയാണെങ്കിൽ അത് അടൂർ പ്രകാശ് മത്സരിച്ചു. അല്ല, അത് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിത് പറയുന്നുണ്ടല്ലോ, ഇന്ദിരാഗാന്ധി തോറ്റല്ലേ? അതെ. അന്ന് കേരളത്തിൽ ഇടതുപക്ഷത്തിന് അന്ന് കേരളം UDF അനുകൂലമായിരുന്നു. ആളുകൾ മറന്നുപോയിട്ടുള്ള കാര്യമാണ്. ഇടതുപക്ഷത്തുള്ള എല്ലാവരും തോറ്റുപോയി. KR ഗൗരി തോറ്റു അരൂരിൽ PK ശ്രീനിവാസനോട്. ഇതൊക്കെ ആളുകളിപ്പോൾ ഇരിക്കുകയാണ്, മറന്നിരിക്കുകയാണ്. എങ്കിലും എനിക്ക് തോന്നുന്നത് UDF ക്യാമ്പ് ഇപ്പോഴും വിശ്വസിക്കുന്നത് 5ഓളം MP നിയമസഭയിലേക്ക് മത്സരിക്കും, അതിൽ അടൂർ പ്രകാശ് ഉണ്ടാവും എന്നാണ്. അതെ, അപ്പോൾ 5 MP പാർലമെൻറ്റിൽ ഇല്ലാതാക്കേണ്ടി വരും. പകരം അവർക്കൊരു ട്രെൻഡ് കിട്ടുകയാണെങ്കിൽ വീണ്ടും മത്സരിപ്പിച്ച പുതിയ ആളുകളെ ജയിപ്പിക്കും. ഇല്ല, ഓരോ ഇലക്ഷനും ഓരോന്നാണെന്ന് അവർ തന്നെ പറയാറുണ്ടല്ലോ, ഇല്ലേ? അല്ലേ, ഡു ഓർ ഡൈ, അതാണ് അവർ. ഞാൻ ചോദിക്കട്ടെ, ഓരോ തെരഞ്ഞെടുപ്പും ഓരോന്നാണെന്ന് അവർ തന്നെ പറയാറില്ലേ? അതെ, ഞാൻ പറയുന്നതല്ല, അവർ പറയുന്നതാണ്. കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പിടിക്കാൻ, കേരളം പിടിക്കാൻ അവർ മുന്നോട്ട് വെക്കുന്നത് ഡു ഓർ ഡൈ എന്ന് പറയുന്നൊരു സിദ്ധാന്തമാണ്. രാഹുൽ ഗാന്ധി നേരിട്ടെത്തുന്നു, പ്രചരണം നടത്തുന്നു. VD സതീശൻ പറയുന്നത് 100 സീറ്റുകൾ, അധികാരത്തിലെത്തിയില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസം. കോൺഫിഡൻറ്റോടുകൂടി അദ്ദേഹം പറയുകയാണ്. അല്ല, ഈ ഒരാൾക്ക് രാഷ്ട്രീയ വനവാസത്തിന് പോകാനും പോകാതിരിക്കാനും ആൾക്ക് വ്യക്തിപരമായ സ്വാതന്ത്ര്യമുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നില്ല, കാരണം ഞാൻ പറയുന്നത് ശരിയുമല്ല. സതീശന് രാഷ്ട്രീയ വനവാസം വേണമെന്ന് സതീശന് താല്പര്യമുണ്ടെങ്കിൽ സതീശന് അങ്ങനെ പോകാം. പക്ഷേ കേരള രാഷ്ട്രീയം അറിയാവുന്ന ഒരാളും അങ്ങനെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഇലക്ഷനെ നേരിടില്ല. ഇത് നിങ്ങളുടെ കയ്യിലുള്ള വോട്ട് എനിക്ക് കിട്ടേണ്ട ഒരു കാര്യമാണ്, മനസ്സിലായില്ലേ? അതിൽ ഏത് മഹാനാണ് എന്ന് പറഞ്ഞിട്ടും മഹാന്മാരൊക്കെ തോറ്റ ചരിത്രങ്ങൾ ധാരാളമുണ്ട്.